കൂടാര തിരുനാൾ. എല്ലാ യഹൂദരും പങ്കെടുക്കുന്ന കൂടാര തിരുനാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് ക്രിസ്തു ചെന്നെത്താത്തതിൻ്റെ പൊരുളുകളാണ് ഇന്നത്തെ വചനഭാഗം. തൻ്റെ സമയം ഇനിയുമായിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന ക്രിസ്തു ആരുമറിയാതെ തിരുനാളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് മറ്റൊരു വശം. ക്രിസ്തുവിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഇന്നത്തെ വചനത്തിലും 3 കാഴ്ചപ്പാടുകൾ നാം കണ്ടെത്തുന്നുമുണ്ട്. ഒന്നാമതായി അവൻ്റെ സഹോദരങ്ങളുടെ മനോഭാവമാണ്. ദൈവശാസ്ത്ര പണ്ഡിതർ അതിനെ സാറ്റാനിക് പെർസ്പെക്റ്റീവ് എന്ന് പറയും. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടൂ എന്നു പറഞ്ഞ സാത്താൻ്റെ പ്രലോഭനം തന്നെയല്ലേ. നീ ചെയ്യുന്നതെല്ലാം ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോകുക എന്നു പറയുന്ന സഹോദരങ്ങളിലും കാണുന്നത്. ലോകം പുലർത്തുന്ന മനോഭാവമാണിത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചിലർക്ക് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ക്രിസ്തുവിനെയും അവർ അങ്ങനെ ഗണിച്ചെടുക്കുന്നു. അവൻ്റെ സഹോദരങ്ങൾ പോലും അവനെ ഒരു പൊളിറ്റിക്കൽ മെസ്സിയ ആയി മാത്രം കാണുന്നു. അവനെ അറിയുക എന്നതിന് ഫെമിലിയാരിറ്റി അഥവാ പരിചിതത്വം ഒരു ഘടകമേ ആകുന്നില്ലെന്നതിന് ഈ സഹോദരങ്ങൾ തെളിവാകുന്നു. രണ്ടാമതായി യഹൂദ നേതാക്കളുടെ കാഴ്ചപ്പാടാണ്. അവർക്ക് ക്രിസ്തു തങ്ങളുടെ പാരമ്പര്യത്തെ തകിടം മറിക്കുന്നവനാണ്, അവരുടെ സുഖജീവിതത്തെ വെല്ലുവിളിക്കുന്നവൻ. അതുതന്നെയാണല്ലോ ദേവാലയത്തിൽ സംഭവിച്ചതും. അവർ അറിഞ്ഞിരുന്നു അവനിലെത്തുക എന്നത് തങ്ങളുടെ പ്ലാനുകൾ, അഭിമാനം, സുഖജീവിതം ഒക്കെ അടിയറവ് വയ്ക്കുക എന്നതു തന്നെയാണെന്ന്. നാം ഈ ഗണത്തിലാകും ഉൾപ്പെടുക. വചനത്തിന് വെളിപ്പെടാനാകാതെ നാം ഇരുളിൽ നിൽക്കുന്നത് മറ്റെന്തിനാണ്? പൂർണ്ണമായ അനുതാപ സങ്കീർത്തനം നടത്തി ആത്മത്തെ അവൻ്റെ പ്രഭയിലേക്ക് നയിക്കാത്തതെന്തിനാണ്? നാം ഭയക്കുന്നു ഈ സുഖനിമിഷങ്ങൾ നമ്മെ വിട്ടുപോകുമെന്ന്. അവൻ്റെ വെളിച്ചത്തിൽ ആത്മത്തിൻ്റെ നിഗൂഢതകൾ വെളിപ്പെടുമെന്ന്. റോബിൻ ഡാനിയേൽസ് പറയുന്നു, ആത്മത്തിൻ്റെ ഇരുണ്ട ഭാവങ്ങളെ നേരിടാതെ ആർക്കും പൂർണ്ണരാകാൻ സാധിക്കില്ലെന്ന്. കുമ്പസാരം ഒരുതരം വെളിപ്പെടുത്തലാണ്. മൂന്നാമതായി ജനക്കൂട്ടത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഒരുതരം ഫ്ലോട്ടിംഗ് പെർസ്പെക്റ്റീവ്. എന്നും മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഓശാന പാടുന്നവർ നാളെ അവനെ ക്രൂശിക്കുവിൻ എന്ന് മുറവിളി കൂട്ടും. ഇന്ന് അപദാനങ്ങൾ പാടുന്നവർ നാളെ അപവാദങ്ങൾ പറയും. ക്രിസ്തുവിനെ അറിയുക എന്നതാണ് ഇതിന് പ്രതിവിധി. There is a huge difference between knowing about something and knowing something. അവനെ അറിയുക എന്നതും അവനെക്കുറിച്ച് അറിയുക എന്നതും തമ്മിൽ ഇരുളും വെളിച്ചവും പോലെ അന്തരമുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. അവൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ ഇരുണ്ട ഭാവങ്ങളെ, ആത്മാവിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികളെ ചേർത്ത് വയ്ക്കാം. ഉത്ഥാനം പ്രകാശപൂരിതമാക്കുവാൻ കൃപയേകണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ആദിപരാത്മജനേശുപരാ മറിയാനന്ദനേശുപരാ ആദിശബ്ദമേശുപരാ മാനവനാശ്രയമേശുപരാ
ആദിമചൈതന്യമാത്മപരാ ആനന്ദദായകനാത്മപരാ ആദിമചൈതന്യമാത്മപരാ ആനന്ദദായകനാത്മപരാ സപ്തദാനദായകനാത്മപരാ സർവവാസപൂജിതനാത്മപരാ സപ്തദാനദായകനാത്മപരാ സർവവാസപൂജിതനാത്മപരാ വന്ദേഹം ആദിപരാ വന്ദേഹം യേശുപരാ വന്ദേഹം ആദിപരാ വന്ദേഹം യേശുപരാ വന്ദേഹം ആത്മപരാ വന്ദേഹം ത്രിയേകപരാ വന്ദേഹം ആത്മപരാ വന്ദേഹം ത്രിയേകപരാ വന്ദേഹം ആദിപരാ